ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് മോഡി അനൗൺസസ് ₹100 കട്ട് ഇൻ LPG റീഫിൽ പ്രൈസ് എന്നാണ് ആദ്യത്തെ ന്യൂസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, നമ്മളുടെ കുക്കിംഗ് ഗ്യാസ്. അപ്പം ഇതിന് ഏതാണ്ട് ₹1000 മുകളിലായിരുന്നു ഒരു കുറച്ചു കാലം മുമ്പ് വരാം. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഗവൺമെന്റ് തന്നെ ₹200 ഒരു സിലിണ്ടറിന് റെഡ്യൂസ് ചെയ്തായിരുന്നു. പിന്നീട് ₹100 റെഡ്യൂസ് ചെയ്തായിരുന്നു. ഇപ്പൊ അതാ വീണ്ടും ഒരു ₹100 കൂടെ റെഡ്യൂസ് ചെയ്തൊക്കെയാണ്. അപ്പൊ ഇഫക്റ്റീവ്ലി ₹803 ഒരു സിലിണ്ടറിന്റെ പ്രൈസ് കുറഞ്ഞു. ആദ്യം 1103 ആയിരുന്നു, പിന്നെ അത് 903 ആയി, ഇപ്പൊ 803 ആയി. പിന്നെ ഇതിന് പുറമെ ഉജ്ജ്വല യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അറിയാമല്ലോ, അതിൽ 10 കോടിയിൽ കൂടുതൽ ആൾക്കാരുണ്ട് ഫ്രീ ആയിട്ട് LPG സിലിണ്ടർ കിട്ടുള്ള. BPL ഫാമിലീസിലുള്ള ആൾക്കാർക്ക്, സ്ത്രീകളുടെ പേരിൽ ഫ്രീ ആയിട്ട് LPG കണക്ഷൻ കൊടുക്കുന്ന സ്കീമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ബെനിഫിഷ്യറീസിന് പെർ സിലിണ്ടർ ഒരു 300 അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇതിന് പുറമെ. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ APL-കാർക്ക് കൊടുക്കുന്ന സിലിണ്ടറിന്റെ പ്രൈസ് എത്രയാണോ അതിൽ ₹300 വീണ്ടും ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അവർക്ക് ₹500 കൊടുത്താൽ മതി. 500 അല്ല, ₹503 ഒരു സിലിണ്ടറിന്. നമുക്ക് ₹803 ഇനി മുതൽ. അതാണ്. അപ്പൊ അത്രയും അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിപ്പോ ഇലക്ഷൻ ഒക്കെ വരുന്നോണ്ട് ഗവൺമെന്റ് ചെയ്തതായിരിക്കും, പക്ഷെ സ്റ്റിൽ അത് ജനങ്ങൾക്ക് നല്ലത് തന്നെയാണ്. പിന്നെ ഈ ന്യൂസ് നമുക്ക് വേണ്ട. അബ്ഡക്റ്റഡ് ആർമി ഓഫീസർ റെസ്ക്യൂഡ് ഇൻ മണിപ്പൂർ തൗബൽ, അത് വേണ്ട. അടുത്ത IT ട്രിബ്യൂണൽ റിജക്ട്സ് കോൺഗ്രസ് അപ്പീൽ അഗൈൻസ്റ്റ് ടാക്സ് പെനാൽറ്റി ഓഫ് ₹210 crore എന്നൊരു ന്യൂസ് കാണാം. അതായത് ഇന്ത്യക്ക് IT എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി IT ഉണ്ട്, അതല്ല ഇവിടെ പറഞ്ഞേക്കുന്ന IT ഇൻകം ടാക്സ് ട്രിബ്യൂണൽ ഉണ്ട്. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പലപ്പോഴും സ്പെഷ്യൽ കോർട്ടുകളാണ്. ചില പർട്ടിക്കുലർ കേസുകൾ മാത്രം ഡീൽ ചെയ്യുന്നുള്ള സ്പെഷ്യൽ കോർട്ടുകളെയാണ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ഫീൽഡിലും ട്രിബ്യൂണൽസ് ഉണ്ട്. ഇപ്പം ട്രായ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ TDSAT ആണ്, ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, TDSAT. ഇനി എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ NGT ആണ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഇനി സെൻട്രൽ ഗവൺമെന്റിലെ സിവിൽ സർവീസ് ഓഫീസേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ CAT ആണ്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അപ്പം അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഒരുപാട് ട്രിബ്യൂണൽസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയാനുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന GST ട്രിബ്യൂണൽ പുതുതായിട്ട് വരാൻ പോയി. എൻ്റെ പുതുതായിട്ട് വരാൻ പോണ സ്പെഷ്യൽ കോർട്ടുകളാണ് GST ആയിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള GST അപ്പലേറ്റ് ട്രിബ്യൂണൽസ്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ട്രിബ്യൂണൽസ് ഉണ്ട്. ഓക്കെ, NCLT ഉണ്ട്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. പേര് തന്നെ ഉണ്ട്, കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ തർക്ക പരിഹാരത്തിനായിട്ടാണ് NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ഇനി NCLAT ഉണ്ട്. ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിലും പരിഹരിക്കപ്പെടാത്ത കേസുകൾ പരിഹരിക്കാൻ വേണ്ടി നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. അതുപോലെ ഒരെണ്ണമാണ് ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ITAT, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. അതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് അവര് പാർട്ടി ITAT-ൽ പോയിട്ട് അവിടെ നിന്ന് റിലീഫ് ഒന്നും കിട്ടിയില്ലെന്നാണ്. ITAT എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ വേറൊരു ന്യൂസ് നമുക്ക് അവിടെ ആവശ്യമുള്ളതല്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇവിടെയും നമുക്ക് അങ്ങനെ ആവശ്യമുള്ള ന്യൂസുകളൊന്നുമില്ല, ഒന്നും വേണ്ട. ഞാൻ ആവശ്യമുള്ള മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ വായിച്ചാലും മതി. ഓക്കെ, അതിനടുത്ത പേജിൽ പോകുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത്, പ്രധാനമന്ത്രി മോഡി റീച്ചസ് അസാം അമിഡ് റൈസിംഗ് ANTI-CAA സെന്റിമെന്റ്സ്. അതിൽ പ്രധാനമന്ത്രി മോഡി ഇപ്പൊ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ആസാമിൽ പോയത് വലിയ കാര്യമായിട്ട് എനിക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ANTI-CAA സെന്റിമെന്റ്സ്, അത് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ആണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എങ്കിൽ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിംസ് ഒഴികെയുള്ള മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, സിഖുകാര്, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, ഇങ്ങനെ 6 കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഈ 3 രാജ്യങ്ങളിൽ മാത്രം, നേപ്പാളൊന്നുമില്ല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിംസ് ഒഴികെയുള്ള മറ്റ് ആൾക്കാർക്ക്. ഇപ്പൊ ഇത് 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് അവർ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കുക, അതിനുശേഷമുള്ളവർക്ക് ഇല്ല. പക്ഷെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആസാമിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ കാരണം ആസാമുകാര് ഇതിനെ എതിർക്കുന്നത് അവിടെയുള്ള എല്ലാവരും മുസ്ലിംസ് ആയതുകൊണ്ടല്ല, അവരെ ബാധിക്കുമെന്നും പറഞ്ഞോ അങ്ങനെയൊന്നും അല്ല. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ റീസൺസ് ആണ്. അതായത് ഡെമോഗ്രാഫിക് റീസൺസ് ആണ്. ആസാമിൽ അവിടുത്തെ ഡെമോഗ്രാഫി ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഇല്ലീഗൽ മൈഗ്രേഷൻ ബംഗ്ലാദേശിൽ നിന്നുണ്ടായ ഒരു സ്റ്റേറ്റ് ആണ്.
അപ്പം അതിന്റെ പേരിൽ തന്നെ അവിടെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായതാണ്. അത് 1985 ആസാം അക്കോർഡ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടാവാൻ കാരണമായി. അത് ആസാം അക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അവിടെ നാഷണൽ NRC എന്ന് പറഞ്ഞൊരു സംഭവം നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്, NRC. അതെന്താണെന്ന് വെച്ചാൽ അത് ആസാമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ NRC. ഇത് ഇന്ത്യ മുഴുവനുണ്ട്. CAA, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. മറ്റേ NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്ത ബംഗ്ലാദേശികൾ 71 മുമ്പ് വന്നവരാണെങ്കിൽ, 71 മുമ്പ് 1971 ബംഗ്ലാദേശ് ഉണ്ടാവുന്നത്, അവർ വാറൊക്കെ ഉണ്ടാവുന്നത്. അതിന് മുമ്പ് വന്നവരാണെങ്കിൽ അവർ ഇന്ത്യയിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. 71 ശേഷം വന്നവരാണെങ്കിൽ അവർ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കും. അതാണ് NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. അപ്പൊ അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ വീണ്ടും അവിടെ ഇല്ലീഗലി സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും. മുസ്ലിംസ് ഒഴികെയുള്ള മറ്റാറ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവിടെ നിന്ന് വന്ന ആൾക്കാരുണ്ട്, ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നവർ. അപ്പം അത് വീണ്ടും അവിടുത്തെ ഡെമോഗ്രാഫി, അവിടുത്തെ പോപ്പുലേഷന്റെ ആ ഒരു പ്രൊഫൈലൊക്കെ ചേഞ്ച് ചെയ്യാൻ കാരണമാവുന്ന പേടിച്ചിട്ട് ആണ് ആസാമിലെ ജനങ്ങൾ ഇതിനെതിരെ സമരം ചെയ്യുന്നത്. അപ്പം ആ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മോഡി അവിടെ ചെല്ലുന്നത് കാസിരംഗ നാഷണൽ പാർക്കിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാസിരംഗ നാഷണൽ പാർക്ക് അദ്ദേഹം വിസിറ്റ് ഒക്കെ ചെയ്തു. ആസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക്. നിങ്ങൾക്ക് അറിയാം, 1 ഹോൺഡ് റൈനോസിന് ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പം അത് അറിഞ്ഞിരിക്കുക. പിന്നെ അറിയേണ്ട വേറൊരു ന്യൂസ്, സുധാമൂർത്തി, ഇൻഫോസിസിന്റെ ഫൗണ്ടർ നാരായണമൂർത്തിയുടെ ഭാര്യ സുധാമൂർത്തിയെ ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതാണ്. അത് അറിഞ്ഞിരിക്കുക. രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭ പോലെ ഒരു പെർമനന്റ് ബോഡിയാണല്ലോ രാജ്യസഭ. ലോക്സഭ പോലെ എന്ന് ഞാൻ പറഞ്ഞ കാര്യം, ലോക്സഭ പെർമനന്റ് ബോഡി അല്ല. ഇപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കാൻ പോയാണ്. ഞാൻ ലോക്സഭ പോലെ എന്ന് പറയാൻ കാര്യം രണ്ടും ഏതാണ്ട് ഈക്വൽ പവറുള്ള 2 ഹൗസസ് ആണ്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ രാജ്യസഭയിൽ പറഞ്ഞ വേറൊരു പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്നാണ്. ഈ രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാൻ ഇന്ത്യൻ പ്രസിഡന്റിന് പറ്റും. 12 പേര്. സയൻസ്, സോഷ്യൽ സർവീസ്, ആർട്സ്, ലിറ്ററേച്ചർ, ഇങ്ങനെ 4 ഫീൽഡുകളിൽ നിന്ന്. അപ്പൊ സോഷ്യൽ സർവീസ് ഫീൽഡിൽ നിന്നാണ് ഈ സുധാമൂർത്തിയെ ഇപ്പൊ നോമിനേറ്റ് ചെയ്തത്. എത്ര പേര് നോമിനേറ്റ് ചെയ്യാൻ പറ്റും? 12 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്. ഇത്രയും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, പിന്നെ അത്രയേ ഉള്ളൂ ആ പേജിൽ. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇല്ല, ആ പേജിലൊന്നും നമുക്ക് പറയാനില്ല. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഡ്യൂബിയസ് റെസ്പോൺസ് എന്ന് പറയുന്ന കാര്യമാണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, എഡിറ്റോറിയൽ ഒരു ദിവസവും മിസ്സാവാതെ മസ്റ്റ് ആയിട്ട് വായിക്കുക. ഈവൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ എഡിറ്റോറിയൽ പ്രോപ്പർലി, ദെൻ ഓൾസോ യു ഷുഡ് റീഡ് ഇറ്റ്. അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ ഒരു ചെറിയൊരു സിനോപ്സിസ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ. അപ്പൊ ഈ ഡ്യൂബിയസ് റെസ്പോൺസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ നിങ്ങൾക്ക് വായിച്ചാൽ എന്തായാലും മനസ്സിലാവും. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ടിങ് കൊടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറഞ്ഞ സംവിധാനം ഈയിടയ്ക്ക് സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് കണ്ടിട്ട് അത് ബാൻ ചെയ്തു. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് കാണാൻ കാരണം മെയിൻ ആയിട്ട് ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾക്ക് അകത്തുള്ള ഇന്ത്യയുടെ ഒരു റൈറ്റ് ആണ്, ഒരു ഫ്രീഡം ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, നമുക്ക് അറിയാനുള്ള അവകാശം, അതിനെ ഇത് കർബ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആയില്ലേ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആയില്ലേ. അതുകൊണ്ടാണ് മെയിൻലി ഇതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇതിന്റെ അകത്തുണ്ട്, ഈ എഡിറ്റോറിയലും ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ സംവിധാനം ഇന്ത്യയിൽ കൊടുത്തുകൊണ്ടിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമായിരുന്നു അതിന്റെ സോൾ അതോറിറ്റി ടു ഇഷ്യൂ ദീസ് ഇലക്ട്രൽ ബോണ്ട്സ്. അപ്പം സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, മാർച്ച് 6-നകം ഇതുവരെ ഇലക്ട്രൽ ബോണ്ട്സ് ആരൊക്കെയാണ് വാങ്ങിയത്, അതായത് ഡോണേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആരൊക്കെയാണ്, ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞു. മാർച്ച് 6-ന് ആകാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, മാർച്ച് 13 എന്ന് പറഞ്ഞു. മാർച്ച് 13 ആക്ച്വലി അത് SBIയോട് പറഞ്ഞ ഡേറ്റ അല്ല. SBI മാർച്ച് 6-ന് ഈ ഡേറ്റ കൊടുക്കണം ആർക്ക്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബൈ മാർച്ച് 13, അതായത് നെക്സ്റ്റ് ഒരു 7 ഡേയ്സ് കൂടെ കഴിഞ്ഞ്, 1 വീക്ക് കൂടെ കഴിഞ്ഞ് അവരുടെ വെബ്സൈറ്റിൽ ഈ ഡേറ്റ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു പറ്റത്തില്ല, നമുക്കിത് മാച്ച് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. സോ ദാറ്റ് ഡേറ്റ് ഷുഡ് ബി എക്സ്റ്റെൻഡഡ് ടു ജൂൺ എന്ന് പറഞ്ഞു. അപ്പം ഇത് ജൂൺ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നൊരു സമയമാണ്. അപ്പൊ ഇലക്ഷന് മുമ്പ് ഈ ഡേറ്റ വെളിയിൽ വരാതിരിക്കാൻ SBI മനഃപൂർവ്വം കളിക്കുന്നു. അതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണ് എന്ന് പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് കോടതിയിൽ പോയി കേസ് വാദിച്ച് അനുകൂലമായിട്ട് വിധി വന്ന് ഈ ഇലക്ട്രൽ ബോണ്ടിനെ ബാൻ ചെയ്യിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത സംഘടന ADR എന്ന് പറയുന്നൊരു സംഘടനയാണ്, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്നുള്ളതിന്റെ ഒരു NGO ആണ് ഈ ADR. ഈ ADR സുപ്രീം കോടതി പോയി SBIക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിന്റെ മലയാളം
കോടതി അലക്ഷ്യം എന്നാണ്. കോടതി അലക്ഷ്യം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് എസ് ബിക്കെതിരെ കേസ് എടുക്കണം. അപ്പൊ ആ കേസ് ഇപ്പം അവിടെ സുപ്രീം കോടതിയിൽ ഒരു 5 അംഗ ബെഞ്ചാണെന്ന് തോന്നുന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. എസ് ബിക്കെതിരെ ഇനി ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം അല്ലെങ്കിൽ കോടതി അലക്ഷ്യ കുറ്റം ചുമത്തുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇതിൽ ഇവര് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നൊക്കെ എസ് ബി പരിശോധിച്ചിട്ടില്ല അവർ ചെയ്യുള്ളൂ. അപ്പൊ എന്തായാലും ഡ്യൂബിയസ് റെസ്പോൺസ് എന്ന് പറയുന്നത് എസ് ബിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ റെസ്പോൺസ് അത്ര നല്ലൊരു റെസ്പോൺസ് അല്ല. ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഈ ഡേറ്റ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി, ഇലക്ഷന് ശേഷം മാത്രം ഇത് പുറത്തു വരാൻ വേണ്ടി എസ് ബി കളിക്കുന്ന ഒരു കളിയാണെന്നുള്ള രീതിയിലാണ് ഈ ഒരു എഡിറ്റോറിയൽ. സോ യു ക്യാൻ വെരി വെൽ അണ്ടർസ്റ്റാൻഡ് ദിസ് എഡിറ്റോറിയൽ ബിക്കോസ് യു നോ ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദിസ് ന്യൂസ്, അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മാറ്ററിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പറ്റും. അതുകൊണ്ട് അത് വായിക്കുക, മനസ്സിലാക്കുക. രണ്ടാമത്തത് ഹാർട്ട് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അപ്പൊ ഈ ഹാർട്ട് ഓഫ് ദ മാറ്റർ എന്ന എഡിറ്റോറിയൽ അഗെയിൻ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എഡിറ്റോറിയലാണ്. അതിൽ അത്ര വലിയ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജമ്മു ആൻഡ് കാശ്മീരിൽ കഴിഞ്ഞ ദിവസം പോയി കാശ്മീരിൽ ജനങ്ങളെ അഡ്രസ് ചെയ്തു. ഏതാണ്ട് 1 lakh ആൾക്കാർ അസംബിൾ ചെയ്ത വലിയൊരു മാമോത്ത് റാലി അദ്ദേഹം അറ്റൻഡ് ചെയ്തെന്നും അദ്ദേഹം അഡ്രസ് ചെയ്തെന്നും ജമ്മു ആൻഡ് കാശ്മീരിലെ സ്പെഷ്യൽ റൈറ്റായ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതോടുകൂടി, നമുക്കൊക്കെ അറിയാം ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ റൈറ്റ്സ് കൊടുത്തിരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370. ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതോടുകൂടി ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങൾ ഫ്രീ ആയെന്നും അവരിപ്പോ ഒരു ഫ്രഷ്നെസ്, അവരൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ശ്വസിക്കാനും എല്ലാം ശ്വസിക്കാനും ഉദ്ദേശിച്ചത് എന്താണ് നമുക്ക് മനസ്സിലായല്ലോ, ഒരു ഫ്രീഡം അവർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഒപ്പം അവിടുത്തെ ജനങ്ങൾക്ക് ഡെവലപ്മെന്റ് ഫ്രൂട്ട്സ് ഇപ്പൊ കൂടുതലായിട്ട് കിട്ടി തുടങ്ങി. അവിടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് പ്രീവിയസ് പീരീഡിൽ ആർട്ടിക്കിൾ 370 ഉള്ള പീരീഡിലെക്കാളും ബെറ്റർ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ ഗ്രൗണ്ട് ലെവലിൽ ഡെവലപ്മെന്റ് എത്തുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞതെന്ന് ഈ എഡിറ്റോറിയൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും അതൊക്കെ ഒരു പക്ഷേ കുറെയൊക്കെ ശരിയായിരിക്കാം. പക്ഷേ സ്റ്റിൽ ദ സ്റ്റേറ്റ്ഹുഡ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഹാസ് ബീൻ സ്ക്രാപ്ഡ് ഡ്യൂറിംഗ് ദാറ്റ് റിവോക്കേഷൻ പീരീഡ് 2019. അപ്പൊ ആ റിവോക്കേഷൻ നടത്തുന്ന സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്റ്റേറ്റ്ഹുഡ് ഗവൺമെന്റ് എടുത്തു കളഞ്ഞു. ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഹാസ് ബീൻ ബൈഫർക്കേറ്റഡ് ഇൻടു 2 യൂണിയൻ ടെറിട്ടറീസ്, JNK ആൻഡ് ലഡാക്ക്. ഇപ്പൊ അവിടുത്തെ ആൾക്കാരുടെയും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒക്കെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ടു ഇമ്മീഡിയറ്റ്ലി റീസ്റ്റോർ ദെയർ സ്റ്റേറ്റ്ഹുഡ് എന്നുള്ളതാണ്. എന്നിട്ട് ഓൾസോ കണ്ടക്ട് ഇലക്ഷൻസ് വിത്തൗട്ട് എനി ഡിലേ. Then only the people can enjoy the democracy. അവിടെ ഡെമോക്രസി ഇല്ല. ഇപ്പം അവിടെ ഇപ്പം ലെഫ്റ്റനന്റ് ഗവർണറാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഭരിക്കുന്നത്. സോ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അവിടുത്തെ പിക്ചർ എല്ലാം അത്ര റോസി ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വിത്തൗട്ട് എനി ഡിലേ അവർക്ക് സ്റ്റേറ്റ്ഹുഡ് തിരികെ കൊടുത്തിട്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അവർക്ക് സ്റ്റേറ്റ്ഹുഡ് അവരുടെ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കുമെന്ന്. അപ്പൊ അത് തിരിച്ചു കൊടുക്കും, അത് ഡിലേ വരുത്തരുതെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. എന്നിട്ട് അവിടെ ഇലക്ഷൻ നടത്തണമെന്ന്. ഈ വർഷം ഇലക്ഷൻ നടക്കും. ഈ വർഷം സെപ്റ്റംബറിനകം ഇലക്ഷൻ നടത്തണമെന്ന് സുപ്രീം കോടതിയിൽ തന്നെ ഒരു ഡയറക്റ്റീവ് ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നടക്കും. പക്ഷെ അത് അത്രയും വരെ ഡിലേ ആവാതെ പെട്ടെന്ന് നടത്തണമെന്നാണ്. സോ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊരു കോംപ്രിഹെൻഷൻ പാസേജ് വായിക്കുന്ന ഒരു മെന്റാലിറ്റിയോടുകൂടി വായിച്ച് അതിന്റെ ഒരു പരിശീലനമായിട്ട് തന്നെ എടുക്കുക. പിന്നെ ജെൻഡർ ഇക്വാലിറ്റി ആസ് ദ പ്ലാങ്ക് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇതിൽ വരാൻ കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചും പറയുന്നുണ്ട്, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചും പറയുന്നുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ ഇന്നലെ March 8 ആയിരുന്നു, ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിരുന്നു. ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ തന്നെ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ March 9 വന്ന പത്രത്തിൽ ഈ ഒരു ന്യൂസ് വരുന്നത്, ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച്. പ്ലസ് അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചും പറയുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഗോളാണ്. ഒരു ഗോളല്ല, കുറെ ഗോൾസ് ഉണ്ട്. SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. SDG, വാട്ട് ഈസ് SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ by 2030 United Nations wants to eradicate അല്ലെങ്കിൽ wants to achieve 17 goals in the world. ഇന്ത്യയിലല്ല, ആഫ്രിക്കയിലല്ല, അമേരിക്കയിലല്ല, all over the world United Nations wants to achieve these 17 goals. എത്ര ഗോൾസ്? 17 ഗോൾസ്. ഈ 17 ഗോൾസിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG എന്ന് അറിയപ്പെടുന്നത്. അതില് ചില ഗോൾസിനെ കുറിച്ചാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഗോൾ എന്ന ഓരോന്നായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഞാൻ പറയുന്നത് ഞാൻ എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ന്യൂസും നിങ്ങൾ അത് വായിക്കണം. അപ്പം ഞാൻ പലപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ഒരു ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ പോലെ ഈ സെലക്ട് ചെയ്ത് തരുന്ന ന്യൂസുകളെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓവറോൾ നിങ്ങളുടെ വൊക്കാബുലറി ഡെവലപ്മെന്റിനും നിങ്ങളുടെ ഈ ഓവറോൾ കോംപ്രിഹെൻഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കും. പ്ലസ് നിങ്ങളുടെ അറിവും കൂടും. ഇത് SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ SDG 7 കുറിച്ച് പറയുന്നുണ്ട്. 17 ഗോളില്ല, അതിൽ SDG 7 എന്ന് പറഞ്ഞാൽ 7ാമത്തെ ഗോൾ. അത് ക്ലീൻ അഫോർഡബിൾ എനർജി ആണ്.
പിന്നെ SDG-12 കുറിച്ച് പറയുന്നുണ്ട്. അതായത് SDG-യുടെ 12ാമത്തെ ഗോൾ അത് ക്ലൈമറ്റ് ആക്ഷൻ ആണ്. അതൊക്കെ വെച്ചുകൊണ്ട് സ്ത്രീകളെ ജെൻഡർ ഈക്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത ഒരു ആർട്ടിക്കിൾ എഴുതിയൊക്കെയാണ്. വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക. WHO കുറിച്ച് പറയുന്നുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് അറിയാം, ജനീവ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള UN ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏജൻസിയാണ് WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് സെക്രട്ടറി ജനറൽ ഈസ് സെക്രട്ടറി ജനറൽ അല്ല, ഡയറക്ടർ ജനറൽ ഈസ് ടെഡ്രോസ് അദനം ഗബ്രിയേഷൂസ്. ടെഡ്രോസ് അദനം ഗബ്രിയേഷൂസ് WHO ചീഫ്. ടെഡ്രോസ് അദനം ഗബ്രിയേഷൂസ്. He is the chief of WHO. പിന്നെ ഇതില് IEA കുറിച്ച് പറയുന്നുണ്ട്. IEA ഇന്റർനാഷണൽ എനർജി ഏജൻസിയാണ്. ഇവിടെ ഉണ്ട്. IEA ഇന്റർനാഷണൽ എനർജി ഏജൻസി. ഇന്റർനാഷണൽ എനർജി ഏജൻസി IEAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബുദാബി ആണെന്നാണ് ചെക്ക് ചെയ്യണം. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പം അതാണ്. പിന്നെ അത് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അതിനടുത്ത പേജിൽ പോകുമ്പോൾ കേരളത്തില് നടന്ന സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ മരണത്തെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞ ആർട്ടിക്കിളായിട്ട് വന്നേക്കുന്നത്. വേണമെങ്കിൽ വായിച്ചു നോക്കുക. അതിന്റെ അടുത്ത പേജിലേക്ക് പോവാം. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ചില ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയാം. Indian diplomat met Afghan authorities in Kabul, says government. അഫ്ഗാൻ അതോറിറ്റി എന്ന് പറയുമ്പോൾ താലിബാൻ ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ താലിബാനുമായിട്ട് യാതൊരു വിധത്തിലുള്ള റിലേഷൻഷിപ്പിനും ഒരിക്കലും താല്പര്യമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ താലിബാൻ റൂൾഡ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാന്റെ എംബസി ന്യൂഡൽഹിയിലെ കഴിഞ്ഞ മാസങ്ങളിൽ ക്ലോസ് ഡൗൺ ചെയ്തു. അവരുമായിട്ട് നമുക്ക് ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പോ കാബൂൾ, അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റൽ ആണല്ലോ കാബൂൾ, അവിടെ ഇന്ത്യയിലെ ഒരു സീനിയർ ഡിപ്ലോമാറ്റ് താലിബാന്റെ ഒഫീഷ്യൽസ് ആയിട്ട് മീറ്റിംഗ് നടത്തിയെന്നാണ്. എന്താണ് ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ പറയുന്നത് അഫ്ഗാനിസ്ഥാൻകാർക്ക് കുറെ റിലീഫ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള രാജ്യമാണ്, പട്ടിണിയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ആയിരിക്കില്ല. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ഇനിയിപ്പോ ഏത് തീവ്രവാദി അവിടെ ഭരിച്ചാലും നമുക്ക് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ടാവാനാണ് സാധ്യത. വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ന്യൂസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ സെൻട്രൽ വോൺസ് അഗെയിൻസ്റ്റ് ഓഫീസ് ഓഫ് ജോബ്സ് വിത്ത് റഷ്യൻ ആർമി. റഷ്യൻ ആർമിയുടെ കൂട്ടത്തിൽ അവരെ അസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ നിന്ന് രഹസ്യമായിട്ട് ഇവിടുത്തെ പല ഏജൻസീസും റിക്രൂട്ട് ചെയ്ത് റഷ്യയിലേക്ക് കൊണ്ടുവന്ന ആൾക്കാർ. അവർ ചിലരൊക്കെ ഇപ്പം മരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രിക്ട്ലി ആ ഒരു ജോലിക്ക് പോകാനില്ലെന്ന് ഇന്ത്യക്കാരെ വാൺ ചെയ്തേക്കാണ് ഗവൺമെന്റ്. അതാണ്. ഇനി ഇതെന്നല്ല ഞാൻ പറഞ്ഞ തന്നെ, തെലങ്കാനയിലും MLC ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ കേരളവും തമിഴ്നാടും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ബൈക്യാമറൽ സിസ്റ്റം ആണ്. കർണാടകത്തില്, ആന്ധ്രയില്, തെലങ്കാനയില്. ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. MLA മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, MLC മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ തെലങ്കാനയിൽ MLC ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത്. ഇനി നമുക്കിവിടെ ഈ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് ആണ്. Backed by BrahMos, Navy's Minicoy base to keep watch over Arabian Sea. ഇതാണ്. ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങളുടെ പറഞ്ഞ INS ജഡായുവിനെ കുറിച്ച്. INS ജഡായു എന്ന് പറഞ്ഞ മിനിക്കോയിൽ ഇപ്പൊ പുതുതായിട്ട് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത നേവൽ ബേസ് ആണ്. വളരെ മോഡസ്റ്റ് ബിഗിനിങ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സ്പാൻഡഡ് ലൈക്ക് എനിത്തിങ്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ നേവൽ ബേസ് ആയിട്ട് മിനിക്കോ നേവൽ ബേസ് കുറച്ചു കാലം കഴിയുമ്പോൾ മാറും. എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ അവിടെ ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെ, ബ്രഹ്മോസ് മിസൈൽ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ സൗദി അറേബ്യ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ പോയ, ഓൾറെഡി ഫിലിപ്പൈൻസ് വാങ്ങിക്കഴിഞ്ഞു ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ, സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. അതുൾപ്പെടെ അവിടെ ഓൾറെഡി ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാം, മാൽദീവ്സിന്റെ തൊട്ടടുത്താണ് ഈ മിനിക്കോയ് കിടക്കുന്നത്. ജസ്റ്റ് കിലോമീറ്റേഴ്സ്, കുറച്ച് ഒരു ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ മാൽദീവ്സ് ഒക്കെ ഇന്ത്യയായിട്ട് കലിപ്പുണ്ടാക്കിക്കുന്ന സമയത്ത് അവിടെ പതുക്കെ ചൈനയുടെ സ്വാധീന ഏരിയ കൂടി വരുന്നു. അപ്പൊ നമുക്ക് നിരീക്ഷിക്കാൻ ഏറ്റവും നല്ലൊരു ഇതാണ്. നിരീക്ഷിക്കാൻ മാത്രമല്ല, പ്രതിരോധിക്കേണ്ടി വന്നാൽ പ്രതിരോധിക്കാനാണല്ലോ ഈ ബ്രഹ്മോസ് ഒക്കെ വച്ചേക്കുന്നത്. 450 കിലോമീറ്റർ റേഞ്ച് ഉള്ള മിസൈലാണ് നേവിയുടെ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. നേവിക്ക് ബ്രഹ്മോസ് ഉണ്ട്, എയർഫോഴ്സിന് ബ്രഹ്മോസ് ഉണ്ട്, ആർമിക്കും ഉണ്ട്. ഓരോന്നിന്റെയും റേഞ്ചിൽ വ്യത്യാസമുണ്ട്. നേവി ഉപയോഗിക്കുന്ന ഏതാണ്ട് 450 കിലോമീറ്റേഴ്സ് റേഞ്ച് ഉള്ള ബ്രഹ്മോസ് മിസൈലാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ബേസ്, ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ ഓൺ എ സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ
നേവിയുടെ ചീഫ് അഡ്മിറൽ ആർ ഹരികുമാറും ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പൊ INS ജഡായു പഠിച്ചു വെച്ചേക്കുക. INS ജഡായു. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാല് പിന്നെ വേറെ കാര്യം അല്ല, വേറെ ഒന്നും ഈ പേജിലല്ല. ഇനി നമുക്ക് അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒറ്റ ന്യൂസേ ഈ പേജിലുള്ളൂ. ബാക്കി ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ബാക്കിയെല്ലാം പൊളിറ്റിക്സ് ആണ്. ഒരു ന്യൂസ് നമുക്ക് വലിയ ആവശ്യമുള്ളതാണ്. ആ ന്യൂസ് നിങ്ങളൊക്കെ വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞില്ല, ആവശ്യമുള്ളതെന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. ഭൂട്ടാൻ PM ഷെറിംഗ് തോബ്ഗെ ടു വിസിറ്റ് ഇന്ത്യ നെക്സ്റ്റ് വീക്ക്. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ, ഇപ്പൊ പുതുതായിട്ട് ഭൂട്ടാനിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട ഷെറിംഗ് തോബ്ഗെ, ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭൂട്ടാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഈ അടുത്ത കാലം വരെ മാൽദീവ്സ് ഇപ്പൊ അതിൽ നിന്ന് മാറി. ഇപ്പോഴത്തെ പ്രസിഡന്റ് അങ്ങനെ ചെയ്തില്ല. സാധാരണ അവിടെയൊക്കെ ഇലക്റ്റഡ് ആവുന്ന അവിടുത്തെ പുതിയ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റേഴ്സും ശ്രീലങ്കക്കാരും അങ്ങനെയാണ്. ശ്രീലങ്കയും അത് പറയാൻ വിട്ടുപോയി. ഇവരെല്ലാം അവരുടെ ഫസ്റ്റ് വിസിറ്റ്, ഒഫീഷ്യൽ വിസിറ്റ് ഇന്ത്യയിലേക്കാണ് നടത്തുന്നത്. പക്ഷേ മുഹമ്മദ് മൊയ്സു മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ആ ട്രഡീഷനിൽ നിന്ന് അവർ മാറ്റം വരുത്തിയേക്കാണ്. ഇതുവരെയ്ക്കും ഇന്ത്യ അയാൾ വിസിറ്റ് ചെയ്തിട്ടില്ല. ഓൾറെഡി 2-3 മറ്റ് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഷെറിംഗ് തോബ്ഗെ അയാളെന്ന് പറയാൻ പാടില്ല, ഒരു ഫോറിൻ ഡിഗ്നിറ്ററി ആണ്. പുള്ളിയുടെ ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ് ആഫ്റ്റർ ബിക്കമിങ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭൂട്ടാൻ ഇന്ത്യയിലേക്കാണ്. അപ്പം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ഡിഗ്നിറ്ററീസുമായിട്ട് മീറ്റ് ചെയ്യും. അപ്പൊ ഇതില് ഇന്ത്യക്ക് ഭൂട്ടാനുമായിട്ട് ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഒരുപാട് ഉണ്ടെങ്കിലും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഗലഫു പ്രൊജക്ടിനെ കുറിച്ചാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലാണോ, ഒന്നുകൂടെ പറയാം. ഗലഫു ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ബോർഡറിനോട് ചേർന്നാണ് ഈ ഗലഫു എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ്. അതൊരു സിറ്റിയാണ്, നമ്മളുടെ ആസാമിനോട് തൊട്ടടുത്താണ്. അതുകൊണ്ട് ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മയായിട്ടൊക്കെ ഭൂട്ടാന്റെ കിങ്, ഭൂട്ടാനിലെ അൾട്ടിമേറ്റ് കിങ് ആണ്. നമ്മളുടെ ബോർഡറിലുള്ള ഒരു മൊണാർക്കിയാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്, ഒരു രാജഭരണമാണ്. അപ്പൊ ഇവിടെ ഷെറിംഗ് തോബ്ഗെ രാജാവിന്റെ താഴെ വരുവുള്ളൂ. രാജാവിന്റെ പേര് ജിഗ്മി ഖേസർ വാങ്ചുക് എന്നാണ്. രാജാവിന്റെ പേര് എന്താണ്? ജിഗ്മി ഖേസർ വാങ്ചുക്. അദ്ദേഹം അന്ന് ആസാമിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് വരെ ഇതിനെ കുറിച്ച് മീറ്റിംഗ് നടത്തിയായിരുന്നു. ഗലഫു പ്രോജക്ട്. ഗലഫു എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. ഗലഫു മൈൻഡ്ഫുൾനെസ് സിറ്റി എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അവിടെ വലിയൊരു എയർപോർട്ട് വരുന്നുണ്ട്. അതുപോലെ അവിടെ നിന്ന് റെയിൽ പ്രോജക്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് അനുഗ്രഹമാവും. അങ്ങോട്ടേക്ക് കണക്ഷൻ വരും. ഈ എയർപോർട്ടും റെയിൽവേയും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണ ഇന്ത്യയിലെ ബിസിനസ്സുകാരായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ കിങ് ജിഗ്മി ഖേസർ വാങ്ചുക്ക് മുംബൈയിൽ പോയി ഇന്ത്യയുടെ വമ്പൻ ബിസിനസ് ഗ്രൂപ്പുകളായിട്ടൊക്കെ ടോക്സ് ഒക്കെ നടത്തി. അപ്പൊ എന്തായാലും ഷെറിംഗ് തോബ്ഗെ ഇന്ത്യയിലേക്ക് വരുമ്പോഴും അതൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ 5 ജഡ്ജ് ബെഞ്ച് ഹോൾഡ് സ്പെഷ്യൽ സിറ്റിംഗ് ഓൺ SBI പ്ലീൻ പോൾ ബോണ്ട് കേസ്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ പറഞ്ഞാണ്, പോൾ ബോണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അപ്പൊ SBIക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യ കേസ് എടുക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു 5 ജഡ്ജ് ബെഞ്ച് വാദം കേൾക്കാൻ പോവുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ പേജിൽ പറയാനുള്ളത് മെയിനായിട്ട് ഒരു കാര്യമാണ്. ബാക്കി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സെൻട്രൽ ഗവൺമെന്റ് ഈ ഇടയ്ക്ക് ഇന്റരിം ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് നിർമ്മല സീതാരാമന്റെ ഫിനാൻസ് മിനിസ്റ്റർ അവിടെ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇന്റരിം ബഡ്ജറ്റ്, താൽക്കാലികമായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൽ 300 യൂണിറ്റിൽ താഴെ പവർ എരിയുന്ന വീടുകൾക്ക് എല്ലാവർക്കും, അതായത് ഇന്ത്യയിൽ ഏതാണ്ട് 1 crore ഹൗസസിന് ഫ്രീ ആയിട്ട് സോളാർ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പോകുന്ന ഒരു അനൗൺസ്മെന്റ് നടത്തി. അതിന് പ്രധാനമന്ത്രി സൂര്യോദയ് യോജന എന്നാണ് അവർ പറഞ്ഞത് അതിൽ പേര്. പക്ഷെ ആ പേര് അവർ ചേഞ്ച് ചെയ്തു. ഇപ്പൊ അതിന്റെ പേര് ഇനി തൊട്ട് ഇങ്ങനെയായിരിക്കും: PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന. PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന. PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന. അപ്പൊ ഇത് സത്യത്തിന് ഈ സ്കീമിൽ നടക്കാൻ പോണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞ ഫുള്ളി ഫ്രീ ആണെന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഇപ്പം പറയുന്നത് സത്യത്തിൽ ഇപ്പോഴും ഫുള്ളി ഫ്രീ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് അങ്ങനെ ഫണ്ടിങ് നമ്മളെ കയ്യിൽ നിന്ന് യഥാർത്ഥം ആവുന്ന പോലെ തോന്നത്തില്ല. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 300 യൂണിറ്റ് താഴെ പവർ എരിയുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള റൂഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂഫിലേക്ക്
ഇവര് സോളാർ പാനലുകൾ ഇതുപോലെ സ്ഥാപിച്ചു തരും. ഇതിന്റെ പവർ എടുത്ത് ഗ്രിഡിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഒക്കെ സെല് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇതില് 60% സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി, 60% സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി, ബാക്കി 40%. ഈ 40% ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഏജൻസി നമുക്ക് വേണമെങ്കിൽ ലോൺ എടുത്ത് തരും. ആ ലോണിന്റെ റേറ്റ് റിലേറ്റീവ്ലി കുറവാണ് എന്നേ പറയാൻ പറ്റും. ഏതാണ്ട് 7-7.5% വരും. മറ്റ് ലോണുകൾക്ക് 14-15% റേറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ പകുതി ആവുള്ളൂ. അപ്പം ആ 40% വേണ്ടിയിട്ട് അവര് ഈ ഏജൻസി, ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആണെങ്കിൽ ലോൺ എടുത്ത് തരും. ഈ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പവറിൽ നിന്ന് നമ്മൾ ഇരിക്കുന്ന പവറിൽ നിന്നല്ല, നമ്മൾ അതിൽ നിന്ന് ഗ്രിഡിലോട്ട് സപ്ലൈ ചെയ്യുന്ന പവറിൽ നിന്ന് അതിന്റെ ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള പൈസ അവർ തിരിച്ചെടുത്തോണ്ടേയിരിക്കും. അങ്ങനെ ഒരു 6-7 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ചെടുത്ത് കഴിയാം ലോൺ എമൗണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് പവർ വേണമെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ സെല് ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ 40% പക്ഷെ നമ്മൾ അതിന് പിടിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഈ 40% പൈസ കൊടുക്കാൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ 40% കൊടുക്കാം. അപ്പൊ പിന്നെ വേറെ ഈ തുടക്കത്തിൽ ഇങ്ങനെ നമ്മളെന്ന് ഈ പവർ സെല് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ അവർ പിടിച്ചോണ്ടുള്ള പ്രശ്നമൊന്നും വരത്തില്ല. ഇപ്പൊ 60% സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി. മുമ്പ് അത് 40% ഉള്ളായിരുന്നു, ഇപ്പൊ 60% ആയിട്ട് കൂട്ടി. എന്തായാലും അതാണ് PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന, അതിനെ കുറിച്ച് ഉണ്ട്. പിന്നെ നമ്മളെ ഈ ചാറ്റ് GPT മേക്കറുമായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ഡിസ്കഷൻ നടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിസ്യൂസ് ചെയ്യായിരിക്കും ഇലക്ഷൻ സമയത്ത്, മനസ്സിലായോ? അപ്പം ചാറ്റ് GPT ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയാണ്. ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ചാറ്റ് GPT. അത് അറിയായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഈ പേജിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യം, ഇന്ത്യ 4 nation EFTA block likely to ink FTA on March 10. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമാണ് നിങ്ങൾ ക്ലാസ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ EFTA എന്നറിയപ്പെടുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് യൂറോപ്പിൽ. EFTA എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. 4 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. യൂറോപ്പിലെ 4 കൺട്രീസിന്റെ ഒരു ഗ്രൂപ്പാണ് EFTA. അത് അറിഞ്ഞിരിക്കണം, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, EFTA എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ EFTA എന്ന് പറയുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല്, സ്വിറ്റ്സർലൻഡ് ആണ് ഒരു രാജ്യം, വേറെ രാജ്യം ഫിൻലാൻഡ് ആണ്, വേറെ രാജ്യം നോർവേ ആണ്, 4ാമത്തെ രാജ്യം ലിച്ചൻസ്റ്റെയിൻ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പൊ ഞാനിത് നിങ്ങളടുത്ത മുമ്പ് ഈ 4 രാജ്യങ്ങളുടെ പേര് EFTA എന്താണെന്നൊക്കെ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മൾ വീണ്ടും പത്രത്തിൽ വരാൻ വീണ്ടും പറയും. എന്തിനാണ് അന്ന് പഠിപ്പിച്ചാണ് പറഞ്ഞ് പറയാതിരുന്നാലും പലരും ഇത് മറന്നുപോയി കാണാം. അപ്പൊ വീണ്ടും നിങ്ങൾ അവിടെ പോയി റെഫർ ചെയ്യണം. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വീണ്ടും പറഞ്ഞു വന്നത്. അപ്പൊ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കും. അപ്പൊ EFTA മീൻസ് എ ഗ്രൂപ്പ് ഓഫ് 4 nations ഇൻ യൂറോപ്പ്. EFTA മീൻസ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് 4 countries, സ്വിറ്റ്സർലാൻഡ്, നോർവേ, ഫിൻലാൻഡ് ആൻഡ് ലിച്ചൻസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യം. അപ്പൊ ഈ 4 രാജ്യങ്ങൾ ചേർന്ന് EFTA ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ഇന്ത്യ ബിക്കോസ് ഓൾ ദീസ് 4 nations ആർ വെരി വെൽത്തി nations. They have the money to invest in India and India expects to invest around 100 billions of rupees within 5 to 10 years from these countries. ഈ 4 രാജ്യം അല്ലെ EFTA ഇന്ത്യയിൽ ഏതാണ്ട് $100 billion ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇന്ത്യ കരുതുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യ അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അത് ഈ മാസം തന്നെ ആ അഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അറിഞ്ഞിരിക്കുക. പിന്നെ അവിടെ നേപ്പാളില് ഇനി തൊട്ട് UP നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേപ്പാളിൽ പോയി കഴിഞ്ഞാൽ നേപ്പാളിലെ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ ഇനി തൊട്ട് നമ്മളുടെ UPI ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും എന്ന് NPCI ഇന്നലെ അനൗൺസ് ചെയ്തേക്കുന്നത്. NPCI ആണ് UPI ഡെവലപ്പ് ചെയ്തേക്കുന്നത്. NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ അവരുടെ അനൗൺസ്മെന്റ് അനുസരിച്ച് from now onwards, if you go to Nepal and you wants to do transaction in UPI, you can do it, no problem. അതല്ലാതെ തന്നെ നേപ്പാളിൽ നമുക്ക് ഇന്ത്യൻ രൂപ വെച്ചും ചെലവാക്കാം. ഇന്ത്യൻ രൂപ നേപ്പാളിൽ അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അവിടുത്തെ കറൻസി പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാതെ. ഓക്കെ, അപ്പൊ അത് വേറെ ന്യൂസ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ ന്യൂസ്. അതിനടുത്ത പേജിൽ പോകുമ്പോ വേൾഡ് പേജില് ഒരു കാര്യം മാത്രമേ അവിടെ എനിക്ക് പറയാനുള്ളതെന്ന് എനിക്ക് തോന്നുള്ളൂ. എക്സ്പാൻഡിങ് സെറ്റിൽമെന്റ്സ് ഇൻ പാലസ്റ്റീൻ, എ വാർ ക്രൈം, UN എന്നൊരു ന്യൂസ് കാണാം. അതായത് പാലസ്റ്റീനിൽ നിങ്ങൾക്കറിയാം വെസ്റ്റ് ബാങ്ക് എന്നും
ഈസ്റ്റ് ജെറുസലേം എന്ന് പറഞ്ഞ 2 പ്രദേശങ്ങളുണ്ട്. ഈ വെസ്റ്റ് ബാങ്ക് ഈസ്റ്റ് ജെറുസലേമും ഡിസ്പ്യൂട്ടഡ് ഏരിയാസ് ആണ്. അത് പാലസ്റ്റീൻ്റെതാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഇസ്രായേലുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ബാങ്കിന്റെ അകത്തും ഈസ്റ്റ് ജെറുസലേമിന്റെ അകത്തും പാലസ്തീൻ എന്നുള്ള ജ്യൂസ് വന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ലോക്കൽസിനെ അടിച്ച് വെളിയിലാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു വാർ ക്രൈം ആണ്. അതൊരു യുദ്ധ കുറ്റമായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് UN ഹ്യൂമൻ റൈറ്റ്സ് ചീഫ് വോൾക്കർ ടുർക്ക് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈ വോൾക്കർ ടുർക്ക് എന്നുള്ള പേര് പഠിച്ചു വെച്ചേക്കണം. WOLKER UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചീഫാണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഉള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജിലൊന്നും പറയാനൊന്നുമില്ല. സ്പോർട്സ് പേജിൽ ഒരു കാര്യം പറയാനുണ്ട്. സന്തോഷ് ട്രോഫി, ഇന്ത്യയുടെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് സന്തോഷ് ട്രോഫി. ഇന്ത്യയുടെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആയ സന്തോഷ് ട്രോഫി ഫൈനൽ നടക്കാൻ പോകുന്നു. ഗോവയും സർവീസസ് എന്ന് പറഞ്ഞ ടീമും തമ്മിലാണ് ഫൈനൽ. ഗോവയും സർവീസസും തമ്മിൽ. ഓക്കെ, അത് ആര് വിൻ ചെയ്യും നമുക്ക് നോക്കാം. ഇത്ര ആയപ്പോഴത്തേക്ക് ഇന്നത്തെ പത്രം കഴിഞ്ഞു. ഇനി ഇന്നലത്തെ പത്രം നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, ഇന്നലത്തെ പത്രം എടുക്കുമ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയലൊക്കെ ഇതിനെ കുറിച്ചാണ്. SC to consider contempt plea against SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഞാൻ പറഞ്ഞു തരുന്നത് തന്നെയാണ്. ഇതാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇത് ഇന്നത്തെ ഹിന്ദുവിൽ 2ാമത്തെ എഡിറ്റോറിയൽ. കാശ്മീർ ഈസ് ബ്രീത്തിങ് ഫ്രീലി നൗ സെയ്സ് മോഡി കാശ്മീരിൽ പോയി അവിടെ ഒരു മെഗാ റാലി അഡ്രസ് ചെയ്തു. അതിനെ കുറിച്ച് സംസാരിച്ചേക്കാണ് ഇന്നത്തെ ഹിന്ദുവിൽ 2ാമത്തെ എഡിറ്റോറിയൽ നടന്നത്. അതാണ് അതിനെ കുറിച്ചാണ്. അതിന് വേറൊന്നും പറയാനില്ല. പിന്നെ ഓക്കെ, അത് വേറെ ഈ ന്യൂസും നമുക്ക് അത്രത്തോളം ഇപ്പൊ വലിയ ആവശ്യമുള്ളതല്ല, അതുകൊണ്ട് ഞാൻ പറയാത്തത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ WFI കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. WFI റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ്. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പൊ തൽക്കാലം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഡൽഹി ഹൈക്കോർട്ട്. തൽക്കാലം അവർക്ക് അതുകൊണ്ട് ഇന്ത്യയുടെ റെസ്ലിംഗിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏജൻസി WFI റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണെന്ന് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ദേ വെർ സസ്പെൻഡഡ് ബൈ ഡൽഹി ഹൈക്കോർട്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. നമുക്കൊരു പബ്ലിക്കിന്റെ അവയർനെസ്സിന് വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. കോവിഷീൽഡ് വാക്സിൻ ഡെമോൺസ്ട്രേറ്റഡ് മോർ റോബസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് കമ്പയർഡ് ടു കോവാക്സിൻ. ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത കോവിഡിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ ആയിരുന്നു കോവാക്സിൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരത് ബയോടെക് എന്ന് പറഞ്ഞ കമ്പനി ഡെവലപ്പ് ചെയ്ത. അത് മോശമൊന്നല്ല, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ഇന്ത്യയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ കമ്പനി നമുക്കൊക്കെ മാനുഫാക്ചർ ചെയ്ത് തന്ന. പക്ഷെ അത് ഡെവലപ്പ് ചെയ്തത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല. അത് ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഡെവലപ്പ് ചെയ്തത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊഡക്ഷൻ മാത്രമല്ല. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറിംഗ് കമ്പനി. ഇന്ത്യയിലെ പൂനെ ബേസ്ഡ് ആണ് ആ കമ്പനി. അവർ മാനുഫാക്ചർ ചെയ്ത് നമുക്ക് എല്ലാവർക്കും തന്നെങ്കിലും അത് ഡെവലപ്പ് ചെയ്തത് ഓക്സ്ഫോർഡാണെന്ന് എൻ്റെ ഓർമ്മ, UK. അപ്പൊ അതാണ് കോവിഷീൽഡ്. ഈ കോവിഷീൽഡ് ആയിരുന്നു കോവിഡിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ വാക്സിൻ, കൂടുതൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ തരുന്ന അതാണെന്ന് ഇപ്പൊ ഒരു സ്റ്റഡി പറഞ്ഞേക്കുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോ അതിനടുത്ത പേജിലെ ന്യൂസ് നമുക്ക് വലിയ ആവശ്യമുള്ള ന്യൂസ് അല്ല. അതിനടുത്ത പേജില് അത് നമുക്ക് വിടാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ മർഡർ ഇൻ ബ്ലൂ ബ്ലഡ് അത് വേണ്ട. അത് നെക്സ്റ്റ് പേജ് മെട്രോ പ്ലസ് വേണ്ട. അതിനടുത്ത പേജ് എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സ്ലിപ്പറി സ്ലോപ്പ്. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ ചില ഒബ്സർവേഷൻസിനെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയൽ തന്നെയാണ്. സംഭവം വേറൊന്നും അല്ല. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്ക് ഉണ്ട് ഇന്ത്യയിൽ, ഒരു നാഷണൽ പാർക്ക്. ടൈഗർ റിസർവും കൂടെയൊക്കെയാണ്. അവിടെ ടൈഗേഴ്സും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇറ്റ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. അവിടെ ഇല്ലീഗലായിട്ട് അവിടെ ടൈഗർ സഫാരി നടത്താം. സഫാരി നമുക്കറിയാം, നമ്മളെ ജംഗിളിൽ കൂടെ ഇങ്ങനെ വാഹനങ്ങളിൽ കൊണ്ടുപോയി ഈ മൃഗങ്ങളെ കാണിച്ചിരുന്ന സഫാരി നടത്താൻ വേണ്ടി 6000-ഓളം മരങ്ങൾ അതിനെ വെട്ടി നശിപ്പിച്ചു. ഇത് സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനത്തിന് കാരണമായി. കാരണം ഈ ടൈഗർ സഫാരി എന്നുള്ള സംഭവമൊക്കെ ഒരു ഇക്കോളജിക്കൽ ആസ്പെക്റ്റിൽ മാത്രമേ നടത്താവുള്ളൂ. ഒരു കൊമേഴ്സ്യൽ ആസ്പെക്ട് നടത്താൻ പാടില്ല. കൊമേഴ്സ്യൽ ആസ്പെക്ട് നടത്തുമ്പോഴുള്ള കുഴപ്പം, നമ്മൾ ലാഭം മാത്രം ലക്ഷ്യമാക്കി അവിടെ ഒരു പക്ഷേ നമ്മളുടെ ആ ഒരു ഇക്കോളജിക്കൽ സിസ്റ്റത്തിന് നമ്മൾ നശിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അതിന് ഹാം വരുത്തിയേക്കാം. ഇത് നമ്മളുടെ അവിടുത്തെ ആ ജംഗിളിലെ ഈ പറഞ്ഞ ബിഗ് കാറ്റ്സിനെയൊക്കെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഇക്കോളജിക്കൽ ആസ്പെക്റ്റിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റിലേക്ക് പോയി ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ ചെയ്ത കാര്യങ്ങൾ.
അപ്പൊ ഇത് സുപ്രീം കോടതി ഭയങ്കര കടുത്ത വിമർശനം അതിന്റെ പേരിൽ ഉന്നയിച്ചു. അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അതിൽ സെൻട്രൽ സൂ അതോറിറ്റിയെ കുറിച്ചും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അവരാണ് നമ്മൾ ഇന്ത്യയിലെ പ്രോജക്ട് ടൈഗർ നടപ്പാക്കുന്നത്. പ്രോജക്ട് ടൈഗർ അങ്ങനെയാണല്ലോ ഇന്ത്യയിലെ ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തെടുത്ത ലോകത്തെ ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് ഇപ്പോൾ ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയത് നോക്കാം. അപ്പൊ അതൊക്കെ നീ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷേ പ്രോജക്ട് ചീറ്റയാണ്. അത് നിങ്ങൾക്കറിയാം. പ്രോജക്ട് ചീറ്റ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കുനോ നാഷണൽ പാർക്കിലാണ്. KUNO കുനോ നാഷണൽ പാർക്ക് ഇവിടെയാണ്, മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കില്. അതിൽ നമീബിയ എന്നും സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ ഒരുപാട് ചീറ്റാസിനെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ ഇല്ലാതായി പോയ ചീറ്റാസിനെ വീണ്ടും ഇന്ത്യയിൽ സംരക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ്. ഓക്കെ, അതും ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് ഈ എഡിറ്റോറിയലിനകത്ത്. അടുത്ത രണ്ടാമത്തെ ട്രബിൾഡ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഉണ്ട്. ഈ എഡിറ്റോറിയലും ഇതിന്റെ കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ഈ കറണ്ട് അഫയേഴ്സ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം സൗത്ത് ചൈന സീയിൽ ചൈന നടത്തുന്ന പല നീക്കങ്ങൾ അവിടെ പല രാജ്യങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സൗത്ത് ചൈന സീ ഏതാണ്ട് എൻഡയർറ്റിയിൽ ഏതാണ്ട് ഫുള്ളായിട്ട് ഞങ്ങൾക്കുള്ളതാണെന്നാണ് ചൈനയുടെ അവകാശവാദം. അത് അംഗീകരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ രാജ്യങ്ങൾ ചെയ്യുന്നു പേടിച്ചിട്ട്. അവർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിലും. പക്ഷേ ഫിലിപ്പൈൻസിൽ പുതിയ പ്രസിഡന്റായിട്ട് ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ അധികാരമാറ്റിയതിനു ശേഷം സംഭവിച്ചത് അവരതിന് തയ്യാറല്ല അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് അങ്ങനെ US-ന്റെ ഭയങ്കര ഒരു അലയാണ്. US-ന്റെ സപ്പോർട്ടും കൂടെ പുള്ളിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ഒരു സ്കാർബോറോ ഷോൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്കാർബോറോ ഷോൾ. ഈ സ്കാർബോറോ ഷോൾ എന്ന് പറയുന്ന സംഗതി ഫിലിപ്പൈൻസിൻ്റെതല്ല, ചൈനയുടേതാണെന്ന് പറഞ്ഞാൽ ചൈന ഫിലിപ്പൈൻസിന്റെ കയ്യിൽ നിന്ന് 2012 പിടിച്ചെടുത്ത സാധനമാണ്. അപ്പൊ അവര് ഒരു കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ പോയി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ പോയപ്പോൾ ഫിലിപ്പൈൻസിന് അനുകൂലമായിട്ട് വിധിക്കുകയും സ്കാർബോറോ ഷോൾ ഫിലിപ്പൈൻസിൻ്റെതാണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് പോലും ചൈന വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളത് മാത്രമല്ല, ഫിലിപ്പൈൻസിന്റെ ബോട്ടുകളൊന്നും അതിന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ ഇടയ്ക്ക് ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ബാരിയർ അവർ ഈ സ്കാർബോറോ ഷോളിന് വെളിയിലുണ്ടാക്കി. അത് ഫിലിപ്പൈൻസിന്റെ കോസ്റ്റ് ഗാർഡ് വന്നിട്ട് ഈ ഇതെടുത്ത് പിച്ച് പറിച്ച് കളഞ്ഞു, ഈ ഫ്ലോട്ടിംഗ് ബാരിയർ. അപ്പം ഫിലിപ്പൈൻസിന് ചൈനയുടെ ഇടയ്ക്ക് വീണ്ടും പ്രശ്നമായി ഉണ്ടായി. ഇപ്പം വീണ്ടും ആ പ്രശ്നങ്ങളുടെ തുടർച്ച ഉണ്ടാവുന്നു. ഇവരുടെ തങ്ങളുടെ ബോട്ടുകൾ നമ്മൾ ഈ ഇടയ്ക്ക് കൂട്ടിമുട്ടുകയും അത് ഫിലിപ്പൈൻസിന്റെ ബോട്ടിനെ മുക്കിക്കളയാൻ വേണ്ടിയുള്ള ചൈനയുടെ ഒരു ശ്രമമാണെന്ന് പറഞ്ഞ് അവർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ടെൻഷനാണ് ഇപ്പൊ അവിടെ ആ ഒരു ഏരിയയിൽ. അപ്പൊ ഇതൊക്കെ ഓൺലി ബിക്കോസ് ഓഫ് ചൈനീസ് എന്താ പറയുന്ന ഒരു അവരുടെ ഒരു ഇന്ത്യയുടെ അവർ ചെയ്യുന്ന എന്താണെന്ന് നമുക്കറിയാമല്ലോ, ലഡാക്കിലും മറ്റു മേഖലകളിലൊക്കെ. അതേപോലെ ചൈനയുടെ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ മൂലമാണ് അവരത് ഇത്തരത്തിൽ പെരുമാറുമ്പോൾ ചൈനയ്ക്ക് ആ ഒരു ചുറ്റിലും ശത്രുക്കളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ സൗഹൃദങ്ങളല്ല എന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റർ. അത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞൊക്കെ മനസ്സിലാക്കി ഇത് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, എ ബോൾഡ് സ്റ്റെപ്പ് ടുവേർഡ്സ് സെർവിക്കൽ ക്യാൻസർ ഫ്രീ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതായത് ഇന്ത്യയിൽ സെർവിക്കൽ ക്യാൻസർ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യ ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് നടപ്പാക്കാൻ പോവുകയാണ്. ഇപ്പം വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്റരിം ബഡ്ജറ്റിൽ അതിനെക്കുറിച്ച് പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ മിക്കവാറും കമ്മിങ് ഇയർ തൊട്ട് ഇന്ത്യയിൽ നടപ്പാവും. ഇന്ത്യയിലെ ക്യാൻസറിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാരണം സ്ത്രീകളിൽ സെർവിക്കൽ ക്യാൻസർ ആണ്. ഫസ്റ്റ് കാരണം ബ്രസ്റ്റ് ക്യാൻസറും രണ്ടാമത്തെ സെർവിക്കൽ ക്യാൻസറാണ്. ഏതാണ്ട് 1.25 ലക്ഷത്തോളം 1.25 ലാക്സോളം സ്ത്രീകൾ ഇന്ത്യയിൽ അതുമൂലം വർഷം തോറും മരിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രിവെന്റബിൾ ആണ്. അപ്പൊ പ്രിവെന്റബിൾ ആണെങ്കിൽ പിന്നെ അത് പ്രിവെന്റ് ചെയ്യണ്ടേ. പ്രിവെന്റബിൾ എങ്ങനെയെന്ന് വെച്ചാൽ അവർ HPV വാക്സിൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. HPV വാക്സിൻ, ഈ HPV വാക്സിൻ ഇന്ത്യയുടെ വാക്സിനേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാറ്റാൻ പോയാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇന്ത്യയിലെ കുട്ടികൾക്ക് 12ഓളം വാക്സിനേഷൻസ് ഇപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ പേര് മിഷൻ ഇന്ദ്രധനുഷ് എന്നാണ്. മിഷൻ ഇന്ദ്രധനുഷ്. ഇതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്ക് മാത്രം 9 വയസ്സ് തൊട്ട് 14 വയസ്സിലുള്ള പെൺകുട്ടികളിൽ ഈ വാക്സിനേഷൻ HPV വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെർവിക്കൽ ക്യാൻസർ ഇനി ഈ കുട്ടികളിൽ പ്രതിരോധിക്കാൻ പറ്റും. ഇതൊരു വളരെ കമന്റബിൾ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണെന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ആണിത്. ഈ ഒരു കാണുന്ന ആർട്ടിക്കിൾ ഇന്ത്യയിൽ വാക്സിനേഷന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര സക്സസ്ഫുൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ പ്രോഗ്രാം നടപ്പാക്കി. അതായിരുന്നു നമ്മളുടെ കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാം. അതിൽ 200 കോടിയിൽ കൂടുതൽ വാക്സിനേഷൻ ഡോസസ് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള രാജ്യത്ത് കൊടുത്തു തീർക്കാൻ നമുക്ക് പറ്റി. പിന്നെ ഈ പെൺകുട്ടികളിലെ ഈ അഡോളസന്റ് പെൺകുട്ടികൾക്ക് ഇത് കൊടുക്കാൻ നമുക്ക് പറ്റുമല്ലോ. അപ്പം അതിനുവേണ്ടി ഗവൺമെന്റ് ഈ കോവിഡ് വാക്സിൻ കൊടുക്കാൻ വേണ്ടി കോവിൻ കൊണ്ടുവന്നത് പോലെ ഇതിനു വേണ്ടിയിട്ട് ഒരു യുവിൻ എന്ന് പറയുന്ന ഒരു പോർട്ടലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോയി. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ അതൊന്നും വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ്, അതും വേണ്ട.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. സെൻഡർ എക്സ്റ്റെൻസ് ഉജ്ജ്വല സബ്സിഡി ബൈ അനദർ ഇയർ. അതായത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന ഇന്ത്യയിലെ 10 കോടിയോളം BPL കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്ക് LPG കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള സ്കീമായിരുന്നു. 10.27 crore ബെനിഫിഷ്യറീസ് ആണല്ലോ ഉള്ളത്. 10.25 കോടി, 10.27 crore. അപ്പൊ ഫ്രീ ആയിട്ട് LPG കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ BPLകാരല്ലേ, അവർക്ക് ഈ 1000 രൂപ സിലിണ്ടർ നിറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് സിലിണ്ടറിന് എത്രയാണോ അതിന് 300 രൂപ അവർക്ക് വീണ്ടും സബ്സിഡി ഉണ്ട്, 300 rupees. അപ്പൊ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 803 ആണ് നമുക്ക്. അത് ഇന്നലെ തൊട്ടായത്. 100 രൂപ കൂടെ ഇപ്പോഴാണ്, കുറച്ച് മുമ്പ് 903 ആയിരുന്നു. അതിൽ വീണ്ടും ഒരു 300 അവർക്ക് ഈ ഉജ്ജ്വല ബെനിഫിഷ്യറീസിന് ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പൊ ഇനി അവർക്ക് 503 കൊടുത്താൽ മതി. ഇത് ഓരോ വർഷവും അങ്ങനെ യൂണിവേഴ്സലി കൊടുത്തേക്കല്ല, ഇങ്ങനെ വർഷം തോറും പുനഃപരിശോധിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായി? ഈ BPLകാർ തന്നെ അവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ APL ഒക്കെ ആവില്ലേ കുറെ പേര്. അപ്പൊ അതിനുവേണ്ടിയാണ് അവരിങ്ങനെ ഓരോ വർഷമായിട്ട് തന്നെ കൊടുത്തോണ്ടേയിരിക്കുന്നത്. അല്ലാതെ ഒരു സ്വീപ്പിംഗ് ആയിട്ട് അങ്ങ് കൊടുക്കൂല. അപ്പം ഇനി ഒരു വർഷത്തേക്ക് കൂടെ ആ സ്കീം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവർക്ക് 503 കൊടുത്താൽ മതി ഈ സ്കീമിൽ. പിന്നെ നെക്സ്റ്റ് പേജ് നമുക്ക് ആവശ്യമൊന്നുമില്ല, അത് ഫുൾ പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ പറയാനാണ്. സെന്റർ ടു റോപ്പ് ഇൻ ISRO ടു പ്രൊവൈഡ് ഇന്റർനെറ്റ് ഇൻ 80 റിമോട്ട് ട്രൈബൽ വില്ലേജസ്. ഇന്ത്യയിലെ റിമോട്ട് ട്രൈബൽ വില്ലേജസ് ഉണ്ട്. ഈ പ്രധാനമന്ത്രി ഒരു PM ജന്മൻ എന്ന് പറഞ്ഞൊരു സ്കീമൊക്കെ ഞാൻ ഇവിടെ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. PM ജന്മൻ അത് നമ്മളുടെ ട്രൈബൽ ഏരിയാസിൽ, പ്രത്യേകിച്ച് പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഏരിയാസിൽ കുറെ കാര്യങ്ങൾ, വീടൊക്കെ വെച്ച് കൊടുക്കാനും റോഡ് കൊടുക്കാനും കണക്ടിവിറ്റി കൊടുക്കാനൊക്കെ ഉള്ള സ്കീമാണ്. ഈ കണക്ടിവിറ്റി കൊടുക്കാൻ ചില സ്ഥലങ്ങളിൽ ഒരു രക്ഷ ഇല്ല. അപ്പൊ എന്താണ് ഇനി ഗവൺമെന്റ് ചെയ്യാൻ പോണെന്ന് വെച്ചാല് ISROയെ കൊണ്ടുവന്നിട്ട് ISROയ്ക്ക് VSAT എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. VSAT എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ എന്ന് പറയും. VSAT, വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ. ഇതുകൊണ്ട് സ്ഥാപിച്ചിട്ട് അതുവഴി ഇന്റർനെറ്റ് കൊടുക്കാൻ പറ്റും. സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് കൊടുക്കൂല, അതുപോലെ ഒരു രീതി. അപ്പൊ ഇത് 80 വില്ലേജസിലല്ല ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഇല്ലാത്തത് ട്രൈബൽസിന്. ഫോറസ്റ്റ്, കട്ട ജംഗിൾ ഏരിയാസിൽ. പക്ഷെ അത് ആ 80 ഇടത്ത് നടപ്പാക്കി നോക്കി. അതൊരു പൈലറ്റ് ബേസിസിൽ നടപ്പാക്കിയ അത് സക്സസ്ഫുൾ ആയാൽ അത് എല്ലായിടത്തേക്കും നടപ്പാക്കാൻ, അങ്ങനെ ട്രൈബൽസിനെ പൊതുധാരയിലേക്ക് കൊണ്ടുവരും, അവരെ കണക്ടിവിറ്റിയെ കൊടുക്കുക. അതാണ് ലക്ഷ്യം. അപ്പൊ അറിഞ്ഞിരിക്കുക ISRO VSAT. ISRO ചെയർമാൻ സോമനാഥ് അത് കൺഫേം ചെയ്തു എന്നൊരു ന്യൂസും ഉണ്ട്. പാകിസ്ഥാൻ PM താങ്ക്സ് മോഡി ഫോർ ഗ്രീറ്റിംഗ്. പാകിസ്ഥാൻ PM ആരാണ്? ഷഹബാസ് ഷെരീഫ്. അറിഞ്ഞിരിക്കുക. അതുപോലെ INS കൊൽക്കട്ട ഹൂതി റബൽസ് ഗൾഫ് ഓഫ് ഏദനിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് കപ്പലുകളുണ്ട്. പലപ്പോഴും വേറെ രാജ്യങ്ങളുടെ ആയിരിക്കും. ഇന്നലെ തന്നെ ഒരേ ഒരു ഇന്ത്യക്കാരൻ, ബാക്കി 20 പേരും വിദേശ രാജ്യങ്ങളിലാണ്. അപ്പം ആ ഒരു കപ്പലിനെ ഇന്നലെ ഇന്ത്യ രക്ഷപ്പെടുത്തി. അത് വളരെ കമന്റബിൾ ആണ്. നമുക്ക് കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. നമ്മളുടെ INS കൊൽക്കട്ട എന്ന് പറയുന്ന ഷിപ്പാണ് ഇപ്പൊ അത് ചെയ്തത്, കുറെ പേര് രക്ഷപ്പെടുത്തിയത്. പിന്നെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് പ്രോജക്ട് CCS അപ്രൂവൽ എന്ന് പറയുന്ന ന്യൂസ് ആണ്. CCS എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. CCS എന്താണ്? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. ഇപ്പം 3G 4G 5G നമ്മളെങ്ങനെ മൊബൈൽ സർവീസ് ഇല്ലേ, അതുപോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്. അത് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ പോയാണ്. ഇന്ത്യക്ക് തേജസ് എന്നൊക്കെ പറയുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ട്. അതുപോലെ 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. DRDO ആണത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുള്ള അപ്രൂവൽ ഗവൺമെന്റിന്റെ CCS ആണ് അതിനൊക്കെയുള്ള അപ്രൂവൽ കൊടുക്കേണ്ടത്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. CCS ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ. ഇപ്പൊ CCSന്റെ അപ്രൂവൽ DRDOക്ക് കിട്ടി, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. പക്ഷെ അവരല്ല ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ഇവര് ഇത് റിസർച്ച് ചെയ്തായിട്ട് ഡെവലപ്മെന്റ് ഒക്കെ നടത്തും. ഇവര് മാനുഫാക്ചർ ചെയ്യും, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഓക്കെ, ഇനി അതിനടുത്ത പേജ് പോകുമ്പോ അവിടെ പറയാനൊരു ന്യൂസ് ഉള്ളത്. RBI ബാങ്ക് ഇന്തോനേഷ്യ ടു യൂസ് ലോക്കൽ കറൻസീസ് ഫോർ 2-way ഡീൽസ്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ സെൻട്രൽ ബാങ്ക്. അപ്പൊ ഇന്ത്യയുടെ രൂപ, പിന്നീട് ഇന്തോനേഷ്യയുടെ കറൻസിയുടെ പേര് റുപ്പയ എന്നാണ്. റുപ്പയ. ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ബോർഡർ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ഡോളറും യൂറോയും ഒക്കെ മാറ്റിയിട്ട് ലോക്കൽ കറൻസീസ് തന്നെ രാജ്യങ്ങൾ തമ്മിൽ
ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി ഇന്ത്യ ഓരോ രാജ്യങ്ങളായിട്ട് ഇങ്ങനെ അഗ്രിമെന്റ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ ഇന്തോനേഷ്യ ആയിട്ട് ബാങ്ക് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ അവരുടെ സെൻട്രൽ ബാങ്കും ഇന്ത്യയുടെ RBI തമ്മിൽ അഗ്രിമെന്റ് സൈൻ ചെയ്തേക്കുന്ന ഇന്ത്യൻ രൂപയും ഇന്തോനേഷ്യയുടെ റുപ്പയും ഉപയോഗിക്കാൻ വേണ്ടി. ഇന്ത്യൻ രൂപയെ INR എന്നാണ് പറയുന്നത്, ഇന്തോനേഷ്യയുടെ റുപ്പയെ ഷോർട്ട് ഫോമിൽ IDR എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ INR IDR ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. പിന്നെ മൂഡീസ് പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഈ വർഷം 8% ആയിരിക്കും. എല്ലാവരും 7% അതിൽ താഴെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവസാനം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി, ഇതുവരെ കഴിഞ്ഞ ക്വാർട്ടേഴ്സിലെല്ലാം ഇന്ത്യ 8% അതിൽ കൂടുതൽ ഗ്രോത്ത് നിലനിർത്തുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ക്വാർട്ടറിലും കൂടെ മോശമല്ലാത്തൊരു ഗ്രോത്ത് കിട്ടിയ ഇന്ത്യ ഈസ് ഗോയിങ് ടു ഹിറ്റ് 8% ഗ്രോത്ത് റേറ്റ് ദിസ് ഫിനാൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. കഴിഞ്ഞ 10-15 വർഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. മൂഡീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ റേറ്റിംഗ് ഏജൻസിയാണ്, അവരാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനും സ്റ്റാർട്ടപ്പുകൾ, AI ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് 10,372 ക്രോറിന്റെ ഒരു ഫണ്ട് ഉണ്ടാക്കി. ദ യൂണിയൻ ക്യാബിനറ്റ് ഓൺ തേഴ്സ്ഡേ അപ്രൂവ്ഡ് 10,371.92 crore corpus to fund ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സ്റ്റാർട്ടപ്സ് ഇൻ ദ AI സ്പേസ്. ചിലപ്പോൾ ചോദിക്കുക ഏതെങ്കിലും എക്സാമിനൊക്കെ, എത്ര കോടിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനും ആ ഫീൽഡിലെ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നതിനും വേണ്ടി ഗവൺമെന്റ് മാറ്റി വെച്ച 10,372 crore. പിന്നെ മലേഷ്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് അറിഞ്ഞിരിക്കുക, അൻവർ ഇബ്രാഹിം. മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അൻവർ ഇബ്രാഹിം അറിഞ്ഞിരിക്കുക. സ്വീഡൻ നാറ്റോയിൽ ജോയിൻ ചെയ്തു. നാറ്റോയിൽ ജോയിൻ ചെയ്യുന്ന 32ാമത്തെ രാജ്യം, 32nd മെമ്പർ ഓഫ് നാറ്റോ ആയിട്ട് സ്വീഡൻ ജോയിൻ ചെയ്തു. ഓൾറെഡി ഇടയ്ക്ക് ഫിൻലാൻഡ് ജോയിൻ ചെയ്തായിരുന്നു. ഫിൻലാൻഡ് ആണോ നോർവേ ആണോ? നോർവേ, ഇതിലേതോ ഒരു രാജ്യം, എനിക്കൊന്ന് നോർവേ ആണോ തോന്നുന്നു ജോയിൻ ചെയ്തത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ സ്വീഡൻ ജോയിൻ ചെയ്തു, അറിഞ്ഞിരിക്കുക. പിന്നെ അവിടെ നമുക്ക് വേറെ ന്യൂസുകളൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോവാം. സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്പോർട്സ് പേജില് ക്രിക്കറ്റ്, ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസിൽ ലാസ്റ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്രോഗ്രസിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകളുണ്ട്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ അതിനടുത്ത പേജിൽ നീരജ് ചോപ്രയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. നീരജ് ചോപ്ര ആരാണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ ഫസ്റ്റ് ഒളിമ്പിക് അത്ലറ്റിക് ഗോൾഡ് മെഡൽ വിന്നർ ആണ്. ഇതൊക്കെയാണ് അവിടെ ഉള്ളത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ 2 ദിവസത്തെ പത്രങ്ങൾ. അപ്പം എല്ലാവരും വീഡിയോ കാണുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമന്റ്സ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.